ஆரம்பிக்கலாங்களா? ഇതെന്റെ ജയിൽ, ഇതെന്റെ കുറ്റവാളികൾ, അതെന്റെ PC. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. ടൈഗർ അപ്പൊ ഗൈസ് കൈരൽ TV ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഷോയിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് ധൈര്യം இருந்தா മാസ്ക് കഴട്ടിട്ട് പേസുങ്കടാ. അതാ മുജൻ സാർ ഇപ്പൊ എത്തി. ഞാൻ എന്താ ഫ്ലൈറ്റില്ല എന്റെ ജയില് പൊളിച്ചെടുക്കുള്ളൂ. ആദ്യത്തെ ദിവസം കിടക്കണം. 1 day നിങ്ങളുടെ എല്ലാ 3.65 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഒരുമിച്ച് വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാരെയും വിളിച്ച് വരുത്തിയിട്ട് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് എൻജോയ് ചെയ്ത് നല്ല രസമായിട്ട് പറഞ്ഞു വിടും. 30 ലക്ഷം ആൾക്കാര് എല്ലാവരും ഒരുമിച്ച് നിർത്തി ഹലോ ഗൈസ് ഇൻട്രോ പറയണം. നമ്മുടെ സ്വന്തം ഇൻട്രോ മാസമായിരിക്കും. ഇതൊരു ആരും ചെയ്യാത്ത ഒരു ഇൻട്രോ. 37 ലക്ഷം പേർ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ PC ടോർച്ചല്ല ലാത്തിയായിരുന്നു. ഞാൻ എല്ലാരെയും വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. നമ്മുടെ കയ്യിലിരിക്കുന്നു പൈസക്ക് മാത്രം വിളിച്ചേ. പൈസ അക്കൗണ്ടിൽ ഇല്ല. പിന്നെ മോഷ്ടിക്കാനാണ് പ്ലാനെങ്കിൽ വരുന്ന എല്ലാവരും ഓരോ 10 രൂപ വെച്ച് മേടിക്കണം. ആ 3 കോടി കൊണ്ട് നമ്മളൊരു പടം ഇറക്കും. ഒരു പടം. ആ പൈസയിലാണ് ഞാൻ ഫുഡ് വിതരണം ചെയ്യുന്നത്. പടത്തിൽ അവരെല്ലാരും വെച്ചുള്ള ഒരു ഷോട്ട് എടുത്തിടണം. പെട്ടെന്ന് തന്നെ ഒരു മീറ്റപ്പ് എടുത്ത് എല്ലാവരും വരണം, സഹകരിക്കണം. നിങ്ങൾ ഫോറിനിലാണെങ്കിലും നിങ്ങളെ ഫ്ലൈറ്റ് 40,000 മുടക്കി ഫിലിം പ്രൊഡ്യൂസ്ഡ് ബൈ ചട്ടമ്പി സബ്സ്ക്രൈബർ. ഗണ്ണടി അവരൊക്കെ നോർമൽ കുറ്റവാളികളാണ്. ഒരു സൈക്കോ കുറ്റവാളികളുണ്ട്, കുഞ്ഞു വയസ്സിലെ കൊലപാതകങ്ങൾ വരെ ചെയ്ത സാർ. കാണുമ്പോ ക്യൂട്ടാണെന്നേ ഉള്ളൂ, കൊടും ഭീകരൻ. എന്തിനൊക്കെ കൊന്നിട്ടുണ്ട്? ഞങ്ങളെ ഭീഷണികളെയൊക്കെയുള്ള ഭീഷണി വേറെ തോന്നുന്നു. വണ്ടി ഡോഗും പുലിയും എല്ലാം മനസ്സിലായി. ഒന്നില്ല. ഇതാണ് എന്റെ കൊലപാതകത്തിന്റെ സീക്രട്ട്. കൺഫ്യൂസ് ആക്കി കൊന്നു കളയുവൻ. ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് ഉണ്ടായ മോശമായ അനുഭവം പറയൂ. പോലീസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാറായോ നീ? സംശയമുണ്ട്. ഇത് കേരള തമിഴ് നമുക്ക് സ്കെച്ച് ബ്രോ PC നമുക്ക് സീനാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മോശമായ ഒരു അനുഭവമല്ല, പക്ഷെ എനിക്ക് ഇച്ചിരി സങ്കടം തോന്നിയ ഒരു അനുഭവം പറഞ്ഞു. ഞാൻ അന്നൊരു കല്യാണത്തിന് പോയി. ഇപ്പൊ ഒരു ചെറുക്കൻ വന്നിട്ട് ചേട്ടാ ബിഗ് ഫാൻ ആണ്, എല്ലാരും അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞു, ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തിനാ എന്നെ ചോദിക്കണ ചേട്ടന്റെ പേരെന്ന് തോന്നുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ചുറ്റി 10 രൂപ കൊടുത്ത് അവനെ പൈസ കൊടുത്ത് വരുത്തിയാണോന്ന്. എനിക്ക് ഈ സെയിം സിറ്റുവേഷൻ തന്നെയുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കോളേജിൽ പോവാതെ കനകക്കൊന്നും മ്യൂസിയത്ത് പോയി. മ്യൂസിയം പോയപ്പോ ഒരു കുട്ടി എന്ന് പറഞ്ഞ ചട്ടം മ്യൂസിയം അല്ലേ, ആ ഒരു ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ചേട്ടന്റെ പേരെന്താ കേട്ടോ. കൂടുതൽ PC വരയ്ക്കാമല്ല. ന്യൂ ഇയറിനെ നമ്മൾ ബീച്ചിൽ പോയപ്പോ ഒരു ആന്റി ക്രിസ്മസിന് എന്തോ ബീച്ചിൽ പോയപ്പം ഒരു ആന്റി ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുട്ടികളെല്ലാരും ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്ത്. പക്ഷെ ആ ആന്റി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോണത്, ഞങ്ങളുടെയൊക്കെ ഒരു You will face consequences. The law is above everything. ജയിലിൽ കിടക്കും. സെക്ഷൻ 911.
ഇതിനേക്കാൾ ഏറ്റവും വലിയതെന്ന് പറയുന്നത് ചാനലിൽ കമന്റ്സ് വരും, ഒരുപാട് ബാഡ് കമന്റ്സ് വരും. ഇത് ഞാനല്ല ശ്രദ്ധിക്കുന്നത്, അമ്മയൊക്കെ വിളിച്ചു പറയും ഇങ്ങനെ ഒരു കമന്റ് ഉണ്ട് ഡിലീറ്റ് ചെയ്യാന്നൊക്കെ. നിങ്ങൾ കുട്ടികൾക്കെതിരെ കമന്റ്സ് ഇടുന്നത് അത് ക്രിമിനലി ഒഫൻസീവ് ആണ്. സീരിയസ് ആയിട്ട് പറയുന്നത് ക്രിമിനലി ഒഫൻസീവ് ആണ്. ഞങ്ങൾ വേണം കേസ് വരെ കൊടുത്തൊക്കെ ആയിരിക്കും. അത് ചെറുതായിട്ട് നോക്കുമ്പോഴേ എല്ലാം കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യന്മാരൊക്കെ എന്ന് പറയുമ്പോൾ 15 വയസ്സ് 6 സ്വന്തം അക്കൗണ്ടിൽ ഇടാൻ ഒരുത്തരും മടിക്കും. സ്വന്തമായിട്ടല്ലേ സത്യം ഒന്നും വളർന്നില്ല ഇവിടെ. ഏത് ടൈപ്പ് വീഡിയോ എടുക്കാനാണ് ഇഷ്ടം? യൂട്യൂബ് വീഡിയോസ്, പ്രൊമോഷൻ വീഡിയോസ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഒരു 1.5 മണിക്കൂറിന്റെ ഒരു സിനിമ ചെയ്യാം, യൂട്യൂബിനകത്ത്. നമുക്ക് അല്ലാതെ സിനിമയല്ല, യൂട്യൂബിന് വേണ്ടി സിനിമയാണ് റയറാണ്. എനിക്ക് ചലഞ്ച് വീഡിയോ എടുക്കാനാണ് ഇഷ്ടം. കാരണം 10 മിനിറ്റിൽ സാധനം തീരും. അല്ലല്ലേ, എനിക്ക് ലോങ് വീഡിയോസിൽ നമ്മൾ ഓരോ ചാലഞ്ചസ് ഒക്കെ കൊണ്ട് നമ്മളെല്ലാവരുടെ ഇടയിലുള്ള ഫണ്ട്, ആ വീഡിയോ ആണ് എനിക്ക് ഇഷ്ടം. എനിക്ക് വെബ് സീരീസ് ഇല്ല, ഞാൻ നടനായിട്ടുള്ള. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് എപ്പോഴും സെയിം കോസ്റ്റ്യൂം? പക്ഷെ കോസ്റ്റ്യൂം ഒരു ലോകയാണോ നിങ്ങൾ പറയുന്ന വ്യത്യാസം? ചെറുപ്പം തൊട്ടേ ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ ഒരുമിച്ച് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് ചെറുപ്പം തൊട്ടേ കല്യാണത്തിന് ഒരേപോലത്തെ ഡ്രസ്സ്, ഈ പെരുന്നാളിന് ഒരേപോലത്തെ ഡ്രസ്സ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇതിനകത്ത് വന്നതോടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയോടെ എല്ലാവരും പോയി. ഇങ്ങനെ പോയാൽ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ട്വിൻസിനെ കല്യാണം കഴിച്ചാലോ? ഞങ്ങളതിന് ട്വിൻസ് പോലെയായിരിക്കുന്നത്. പാവയ്ക്ക് ഉറക്കം വരുന്നത് കാരണം ഇപ്പൊ സമയം 11 മണിയായി. നാളെ ക്ലാസ് ഉണ്ട്. നമുക്ക് ക്യൂവിന്റെ കുറച്ചുകൂടി രസമാക്കാം. അപ്പൊ ഇവിടെ 6 ഗ്ലാസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന്റെ അകത്ത് കള്ളൻ എന്നെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ കമന്റ് ചെയ്യണം ആരാണ് കള്ളൻ. ഓരോ ഗ്ലാസ് വീതം എടുക്കും. ആർക്കാണ് കള്ളം കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞങ്ങളെല്ലാം നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യും. ഇതൊക്കെ ഞാൻ ഈസ്റ്റുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഗ്ലാസ് എടുക്കാം. ഓക്കെ, കണ്ണടച്ചെടുക്കണം. ഗ്ലാസ് ഉണ്ട് അടി. ആരും കാണിക്കരുത്. ഇരിക്കവിടെ കള്ളാരൻ എന്റെ ചോദിച്ചാൽ എനിക്കറിഞ്ഞ കള്ളാരൻ. കോൺഫിഡൻസ് നീയല്ലേ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ താഴെ. അടുത്ത കേസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോട്ടൽസിൽ പോകുന്നതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് പോയ താജ്മഹൽ പാലസ്. അതാണ് ബെസ്റ്റ് നമ്മൾ പോയിട്ടുള്ളത്. ഇൻസ്പെക്ടർ ഇമ്പോർട്ടന്റ് കോൾ. എനിക്കിഷ്ടല്ലേ നമ്മൾ അതിന് മുമ്പ് സെന്റ് റീജിയസ് കിട്ടില്ല സാധനം. മറ്റേ ഗ്രാൻഡ് ഹയാട്ട് ഇല്ലേ, ഗ്രാൻഡ് ഹയാട്ടിന്റെ അപ്പൂപ്പൻ എന്ന് പറയാ സാധനം. നീ അവിടെ പോയപ്പോ ഏതാ കൊള്ളാന്ന് പറഞ്ഞത്? അത് തന്നെ. പിസിക്ക് അംനീഷ്യാണ്, മറന്നു. പാന്റിന്റെ ഷർട്ടിന്റെ നിറം മാറിയ പോലെ നിറം മാറുന്നുണ്ടല്ലോ. ഓ പിസിക്കിട്ട് വെക്കില്ലേ ഫണ്ട്? അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഷോ കാണിക്കാതെ പീഡന കേസ്. ഫേമസ് ആയതിനു ശേഷം KSRT ബസ് ഓർ എനി അതർ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഓ ഞാൻ +1 +2 പോയത് ഫുള്ള് അതിലായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ എന്നോട് ഞങ്ങൾ ഇൻഫോസിസ് ഇൻസ്പെക്ടറാണ്. ഞങ്ങൾ ഇൻഫോസിസ് 1500 ശമ്പളം എന്ത് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. സത്യം കണ്ടുപിടിച്ചു PC. ഓറെ പെച്ചറ പണ്ണാതെ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജും നീ കന്നഡ സംസാരിക്കും. കുന്നമണ്ണ് സോറി, അത് വാസ് വന്ന പോലെ വരണ്ടു പോയ ഒരു ചീത്ത. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അന്ന് അച്ഛൻ എന്നെ സിറ്റിയിൽ കൊണ്ടുപോയി. അച്ഛൻ പറഞ്ഞ നീ ബസ്സിൽ പോയത്. ഇത്ര ഫേമസ് ആയി ഞങ്ങൾ ബസ്സിൽ പോയി. ഇവനെ ഞാൻ അവിടെ ജനറൽ ബൈക്കില്ലാ സമയത്തൊക്കെ കോളേജിൽ ബസ്സിലാണ് പോയത്. ഞാൻ +1 സമയത്ത് 1-2 ഞാൻ കോളേജ് സമയത്ത് നിൽക്കില്ലാത്ത ബസ്സിൽ ഒരു സൈഡ് സീറ്റ് നോക്കിക്കാണുന്ന ഹെഡ്സെറ്റ് പോയി ഒറ്റ ഉറക്കാങ്ങ്. ഡാനി അച്ചാസിന്റെ മാരേജ് 2 വർഷത്തിനകത്ത് ഡാൻസ് കല്യാണം കെട്ടിക്കുന്നതാണ് ഞങ്ങൾ. ഡാനി അച്ചാസിന്റെ പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കത്തിലാണ് ഞാനും പിസിയും. പിസി അതെന്തുവരെ നമ്മൾ അന്വേഷണം ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. എനിക്കൊരു ബന്ധമില്ല, ഞാൻ രാജിവെക്കുന്നു. ഡാൻസാന കല്യാണം വരുമ്പോ പൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും. പെണ്ണാളും തൊട്ട് എല്ലാം നമ്മൾ ഇടാം. ഡാനി അച്ചാസിന്റെ പെണ്ണ് എപ്പോ തൊട്ട് സെറ്റ് ആവുന്നോ അപ്പൊ തൊട്ട് ഒരു 2 മാസം നിർത്താൻ. കല്യാണം ഫസ്റ്റ് നൈറ്റ്
കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞായിട്ട് പുറത്തു വരുന്നു. അത് നിങ്ങൾ കുഞ്ഞു കുഞ്ഞായിട്ട് ക്ഷമിക്കുക. ക്ഷമിക്കണേ. നിങ്ങൾക്ക് എപ്പോഴേലും ചാനൽ നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? How dare you ask the blathering questions? PC, support PC. Don't worry. എപ്പോഴെങ്കിലും ചാനൽ നിർത്തണം തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എനിക്കിത് ഇങ്ങനെ കൊണ്ടുപോകണം തോന്നിയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടൊന്നുമില്ല. യൂട്യൂബ് വന്നിട്ടാണ് എൻജോയ്മെന്റ് കൂടി അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. നടക്കുന്നുണ്ടോ? സീരിയസ് കാര്യം പറയുമ്പോൾ കോമഡി പറയുന്ന ആൾ. ഒരു ബോധമുണ്ട് എപ്പോഴാണ് കോമഡി പറയേണ്ടതെന്ന്. ആ ബോധമില്ലാത്ത ഒരു PC ആണ്. കാലിലിരുന്ന ചെരുപ്പ് 5 എണ്ണം. സോറി വാസോടന്റെ കുഞ്ഞൊന്ന് മരിച്ചു. മുട്ടത് ബാലൻസ് തെറ്റിപ്പോയി. സാർ അടുത്ത കേസിൽ വീണ്ടും അകത്തിലായോ? മോഷ്ടിക്കരുതെന്ന് പുറത്തിറങ്ങിയ ഉടനെ തിരിച്ചെത്തി. ഒരു മൂവി കണ്ടിട്ട് ആ റോൾ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഫിലിം ഓർ ക്യാരക്ടർ. ഏത് മൂവി കണ്ടിട്ട് ഏത് റോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക്? പറയൂ. ചെയ്യണമെന്ന് തോന്നിയ ഒരു ക്യാരക്ടർ ധനുഷിന്റെ ക്യാരക്ടർ തങ്കമകനിലുള്ള. എനിക്ക് 2 കൺട്രീസിലെ ദിലീപ്. എനിക്ക് പൃഥ്വിരാജിന്റെ എല്ലാ പടങ്ങളും. എനിക്ക് ദുൽഖറിന്റെ എല്ലാ പടങ്ങളും. പൃഥ്വിരാജ്, ദുൽഖർ, മമ്മൂട്ടി, അങ്ങനെ. ജയിലുണ്ട് അവിടെ കൊണ്ടോ? ജയിലർ പറഞ്ഞിട്ട് വാവ ഉറങ്ങാൻ. ജയിലർ ഇല്ല ഇനി വരൂല. അല്ലു അർജുന്റെ ബണ്ണി സിനിമയിൽ അവന്റെ ക്യാരക്ടർ എനിക്ക് ഈയിടക്കായിട്ട് വൺ പീസിന്റെ ലൈവ് ആക്ഷൻ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് അറിയാമോ? ഫുൾ ടൈം ചിരിച്ചിട്ടിരിക്കും. എന്ത് ചെയ്താലും പോസിറ്റീവ് വൈബാണ്. ജോഷി ചേട്ടൻ എത്ര നേരമാണ് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്? വീഡിയോ എടുക്കാത്ത അത്രയും നേരം. രാത്രി അച്ഛൻ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. രാവിലെ ഇനി അലാറം വെച്ച് എഴുന്നേറ്റിരുന്ന് എഡിറ്റ് ചെയ്യും. ഭയങ്കര ടാസ്ക്. മുംബൈ പോയിട്ട് ഫ്ലൈറ്റ് പോലെ എഡിറ്റിംഗ് ആയിരുന്നു സാർ. അത് നിങ്ങൾ കണ്ടല്ലോ. ഫുൾ എഡിറ്റിംഗ് ആയിരുന്നു. ഫുൾ ഡെഡിക്കേറ്റഡ് വർക്ക് മാത്രമേ. ഞങ്ങള് അച്ചാച്ചൻ എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾ അധികം കറങ്ങാനും പോയിട്ടില്ലായിരുന്നു. ആനി അഷ്നയുടെ സ്കിൻ കെയർ ആൻഡ് മോക്കപ്പ്. ഞങ്ങളുടെ സ്കിൻ കെയർ ഗുഡ് വൈബ്സ്. ഹെയർ പോലും കെയർ ചെയ്യാറില്ല. ഭയങ്കര സ്കിൻ കെയർ മറ്റേ ബ്യൂട്ടി പ്രോഡക്ട്സ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. 10 രൂപയുടെ 2 ബാർ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കും, വേറെ ഒന്നും. അതെങ്ങനെ പ്രൊമോഷന് കിട്ടുന്ന സാധനം? If someone is chasing Annie and Ashna, what would you guys do? ഓടും അല്ലെ തിരിച്ചടിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചത്. If someone chasing Annie and Ashna, what will you do? Monday നിങ്ങൾ എന്ത് ചെയ്യും പറ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളോ? ആരെങ്കിലും വല്ല പുറകെ നടന്ന കണ്ടം തുണ്ടമ വെട്ടി കളച്ച് പോട്ടു. അവൻ പുറകെ പുറകെ നടക്കാത്ത പോലെ നിങ്ങളുടെ ഒരു കോൺഫിഡന്റ് വേണം ഓടാൻ വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ. എവരിബഡീസ് ഹൈറ്റ്, ഏജ് ആൻഡ് ഡ്രീം. ഹൈറ്റ് 162. 170. 182. 162 ആയിരുന്നു. ഞാൻ ഒരു 200 പിടിച്ചു. 5'3", നീ 6'3", അവ 3'3". വയസ്സ് പറ. 19. 19. 18. 21. 24. Wait. 47. 253. 52. 62 വന്നു. 67. ആ ലൈറ്റ് ഡിറ്റക്ടർ 67. മച്ചി ഞാൻ ഹൈറ്റിനനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നു. ഇരുന്ന് തെർമോക്കോൾ പിളർന്ന ഞാൻ 82. എല്ലാരും ഒരു ഡ്രീം പറ. ഈ ലോകം ഫുള്ള് ഒന്നും അവസാനിക്കും. ഉണ്ടാവാതെ നല്ല ചുറ്റി സഞ്ചരിച്ച് മതിയാവോളം ട്രാവൽ ചെയ്ത് എല്ലാം കാണും. എനിക്കൊരു യൂട്യൂബിൽ നിന്ന് ഒരു മിസ്റ്റർ ബീസ്റ്റ് ലെവലാണ്. നമ്മളെല്ലാരും വീടിന് അടുത്തടുത്ത് വെച്ചിട്ട് ഒരു വില്ലേജ് പോലെ ചട്ടം പീസ് വില്ലാസ്. നിങ്ങളെല്ലാം ആഗ്രഹം നടക്കണം. ഓട്ടോമാറ്റിക് അതിനകത്ത് എല്ലാത്തിനും ഞാൻ ഉണ്ട്. അതുകൊണ്ട് എല്ലാം നടന്നാൽ മതി.
എനിക്ക് ട്രാവലിന് 2 വർഷം ഒരുമിച്ച് പോകുന്നു. 2 വർഷം നിനക്ക് ബോയ്സ് ഓൺലി എന്ന് പറഞ്ഞാൽ മണ്ടലുണ്ട്. ബോയ്സ് ഉള്ളി. വാട്ട് ഡു യു പ്രിഫർ, ലവ് ഓർ അറേഞ്ച്ഡ് മാരേജ്? രണ്ട് മിക്സ്. ആദ്യം എന്താ പറഞ്ഞ ലവ് ലവ് മാരേജാ. ലവ് മാരേജ്. ലവ് പ്ലസ് അറേഞ്ച് മാരേജ് എന്ന്. Love plus arrange. marriage ആയിരിക്കും. Arrange marriage, love marriage, love arranged marriage. No marriage. ലവ് നമുക്ക് എന്തായിരുന്നാലും കുഴപ്പമില്ല, നല്ലൊരു പെണ്ണ് കിട്ടിയത്. ലോഗോയിൽ നിങ്ങൾ രണ്ടുപേര് മാത്രമല്ലേ ഉള്ളൂ, എന്താ ബാക്കിയുള്ളവരെ കൂടെ ആഡ്? അതാണ് ഐശ്വര്യം. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേസ് ആണ് ഇതിന്റെ ഒരു എടുത്ത് ഐശ്വര്യം. നോക്കണം നമ്മൾ. അതാണ് നമ്മുടെ ചാനലിലെ വിജയം. അങ്ങനെയല്ല, ഒരാൾ പെട്ടെന്ന് ലോഗോ എടുത്തപ്പോ അയ്യോ പാവപ്പെട്ട പിള്ളേരെ തോന്നുന്നു. അതാണ് ഐക്യു മൂവ്. ഞങ്ങളൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് എടുക്കും, ഇവരാകുമ്പോ കറക്റ്റ് ലോ ലെവലിൽ. ഓക്കെ, നെക്സ്റ്റ് കേസ്. നിങ്ങൾക്ക് ഒരു മാജിക് പവർ അല്ലെങ്കിൽ ഒരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ എന്ത് വേണം? ഇൻവിസിബിൾ ആയാൽ കൊള്ളാന്നുണ്ട്. ടൈം കൺട്രോൾ ചെയ്യണ എല്ലാം അവിടെ പഠിക്കോ തരാ. എത്ര തിന്നാലും വയറ് കിടക്കും. അല്ല, ഞാൻ പറയാം. ക്യാപ്റ്റൻ അമേരിക്ക ഇല്ലേ, ക്യാപ്റ്റൻ അമേരിക്കന്റെ ഒരു പവറാണ്. സ്റ്റിൽ യങ്, സ്റ്റിൽ ബോഡി, സ്റ്റിൽ വയസ്സാവത്തില്ല, നമ്മളിങ്ങനെ ഇരിക്കും, നല്ല ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, മനുഷ്യനുമാണ്. ബാക്കിയുള്ള എല്ലാവരും മരിച്ചു ഒറ്റയ്ക്ക് നിൽക്കാണ്ടി വരെ അവസാനം. കുഴപ്പമില്ല. എനിക്ക് ടെലിപ്പോർട്ടേഷൻ. ടെലിഫോണോ? ടെലിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ആ സ്ഥലത്തിക്കണം, ടക്ക് ഈ സ്ഥലത്തിക്കണം, ടക്ക് അങ്ങ് പോകണം, ടക്ക് അങ്ങ് പോകണം. എനിക്ക് അത് മതി. അങ്ങനെയാണെങ്കിൽ ജാക്കി ചാൻ്റെ എല്ലാ മന്ത്രക്കല്ലും എനിക്ക് വേണം. മന്ത്രൊക്കെ എടുത്ത് പറ്റൂല. സെക്കൻഡ് ചാനലിൽ നിങ്ങൾ രണ്ടുപേരെയും പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ട് അബിന്റെയും എന്റെയും അനന്തുവിന്റെ ആക്കാൻ പറ്റുമോ? അതെന്തൊരു ചോദ്യം ഗൈസ്. മാറ്റാൻ പറ്റൂല. അതിന് കൺട്രോൾ എന്തൊരു മാതിരി എന്ത് രസം പുഷ്പൻ ചാനൽ ഐശ്വര്യം ആന്വേഷണം. ഒരിക്കൽ കൂടെ ചാനലിന്റെ ഫേസ് ആനിയേഷനാണ്. ഇപ്പൊ ഞങ്ങൾ ആരൊക്കെ വന്ന് പറയുന്നത് ചാനലിന്റെ ഫേസ് ആനിയേഷനാണ്. ചാനൽ തുടങ്ങിയാൽ ആനിയേഷൻ തന്നെ. സത്യം. ഇവരുടെ മക്കളൊന്നാലും ആനിയേഷൻ തന്നെ ആയിരിക്കും. ഇവർ മരിച്ചാലും ഒരുമിച്ച് രണ്ടിന്റെ ഫോട്ടോ. നെക്സ്റ്റ് കേസ്. എല്ലാവരുടെയും ഡ്രീം കാർ. ലംബോർഗിനി, ഫെറാറി, ബെൻലി ഫ്ലൈങ് സ്പോർ, ബെൻലി ഫ്ലൈങ് സ്പോർ, BMW M5 കോമ്പറ്റീഷൻ. അത് പറയുമ്പോ തന്നെ 2 ദിവസം എടുക്കും. അച്ഛാ പറ. പേഴ്സണലി ഡിഫൻഡർ നമുക്ക് എല്ലാവർക്കും പോവാൻ വേണ്ടി ഒരു കാർണിവല്, പിന്നെ വീട്ടിലോടാൻ വേണ്ടി ഒരു ഓൾട്ടോ. ഓൾട്ടോ ഈസ് എ വികാരം. അതെന്താ അസാറിന്റെ വണ്ടി കഴിഞ്ഞ ശേഷം ഓൾട്ടോ ഈസ് എ വികാരം. ജീവകൻ. എനിക്ക് സുപ്ര MK4. പോർഷ ഒരു കാറുണ്ട്. പോർഷ്. കൂട്ടുകാരൻ ഇത് പോർഷെ പനമേര എടുക്കുന്ന എടുത്തിട്ടില്ല. ഇവിടെ ചോദിച്ചില്ല. അതായത് ഡോക്ടർ റോബിനായിരിക്കും. ഹാവ് യു എവർ ബീൻ ഇൻ ലവ്? അതൊക്കെ ഒരു കാലം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് ലവ് തോന്നിയിട്ടുണ്ട്. ഫെല്ലിൻ ലവ് അതോടെ ഇവളെ പൊട്ടിച്ചത് ഇവളാണ് ചേർത്ത് തന്നത്. 1 2 ഓക്കെ, 9-1, 10-1, 11-1, അവള് 12-1. എത്ര നിൽക്കുക. രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം 9 പിന്നെ ഒരെണ്ണം +1. Ever fell in love? ജസ്റ്റ് ഒന്ന് മാത്രം പറഞ്ഞില്ലേ ഉള്ളൂ. പോലീസ് ഇടിച്ചു വെച്ച് കൺട്രോൾ റൂം. എല്ലാവരുടെയും ബിഗ്ഗസ്റ്റ് ഫിയർ. എനിക്ക് ഫിയറില്ല ഗൈസ്, ഞാൻ ഫിയറില്ലാത്ത കേളാണ്. എനിക്ക് ഹൈറ്റ് നല്ല പേടിയാണ്, പിന്നെ ലൂസിങ് പീപ്പിൾ. എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോ എന്റെ കൂടെ ആരെങ്കിലും ഇരിക്കുന്നതാണ് എന്റെ പേടി. അത് ഞങ്ങൾക്ക് ഒരു പേടിയാണ്. ഫ്രണ്ട് വണ്ടി ബ്രേക്ക് പിടിക്കണമെന്നില്ല, ആക്സിലേറ്റർ കാലിങ്ങനെ പോകും. മനുഷ്യരല്ലാത്ത ജീവികളെ എനിക്ക് പേടിയുണ്ട്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ ചാനൽ ആരും നോക്കും? എനിക്ക് അത് ഭയങ്കര ഒരു പേടിയാണ്. എനിക്കും പേടിയുണ്ട്. അല്ല, ഞാനിപ്പോ കുറച്ച് ദിവസം കൊണ്ട് ഇവർക്കാണ് എല്ലാം വീതിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയൊക്കെ. അതിൻ്റെതായ ഗ്രാഫ് കുറച്ച് താഴോട്ട് പോകുന്നുണ്ട്, നമ്മളത് പൊക്കുന്നതായിരിക്കും. എനിക്ക് എന്റെ ആഗ്രഹം അറിയാലോ, എനിക്ക് ഫിലിമാണ് കൂടുതൽ ആഗ്രഹം, ഫിലിമിലോട്ട് പോവാം. അപ്പോൾ എനിക്ക് എന്തായാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും നല്ലൊരു ചാൻസ് ഉണ്ട്, ഗ്യാപ്പ് എടുക്കേണ്ടി വരും. അപ്പൊ എല്ലാവരും എല്ലാം പഠിച്ചിരിക്കും. പിള്ളേരെ ചേട്ടൻ നോക്കിക്കോളാം. ആ സമയം ചേട്ട എവിടെ നമുക്ക് കാണാം. ചേട്ടൻ ഇവിടെ പറയുമ്പോൾ നോക്കാൻ വേണ്ടി അവരെന്ന് ഇവിടെ കാണും. ഇവിടെ സപ്ലൈ സപ്ലൈ ചെയ്താൽ യൂട്യൂബിൽ കാണും. നമ്മുടെ കുറ്റാന്വേഷണം ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. Case closed. Busy.
ദിവസമായിട്ട് കാത്തിരുന്ന Q&A വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തെന്നാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ വീഡിയോ ഫണ്ണാക്കാൻ നിങ്ങൾക്ക് പാർട്ട് 2 ബാർസലോണ vs PC വേണോ താഴെ കമന്റ് ചെയ്യുക.